സകല മനുഷ്യർക്കും രക്ഷയുണ്ട്. കുറച്ചു പേർക്ക് മാത്രമല്ല, സകലർക്കും. ഒരുപക്ഷെ ചിലര് ചിന്തിക്കും, എനിക്ക് രക്ഷ ഉണ്ടാവില്ല, ഞാൻ അതിനൊന്നും യോഗ്യനല്ല, ഞാൻ അതിനൊന്നും ഒരു തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയല്ല, ഞാൻ ഇങ്ങനെയൊക്കെ അല്ലേ, എന്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ, ഇനി ഞാൻ രക്ഷപ്പെടത്തില്ല. അങ്ങനെയുള്ള നെഗറ്റീവായ ചിന്ത തലയ്ക്കകത്തുണ്ടെങ്കിൽ ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുന്ന കാര്യം എന്നാണെന്നറിയോ? സകല മനുഷ്യർക്കും ഉള്ളതാണ് രക്ഷ. രക്ഷ നിനക്കുള്ളതാണ്, രക്ഷ നിനക്കുള്ളതാണ്. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അടുത്തിരിക്കുന്നവർക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, രക്ഷ നിനക്ക് അവകാശപ്പെട്ടതാണ്. പറഞ്ഞു കൊടുത്തേ, രക്ഷ നിനക്ക് അവകാശപ്പെട്ടതാണ്. ഹല്ലേലൂയ. കുറച്ചു പേർക്കല്ല, സകലർക്കും. സകലർക്കും. ഇത് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ആരെയെങ്കിലും നിങ്ങൾ അവഗണിച്ച് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, അതായത് ഇയാളെ രക്ഷപ്പെടിയല്ല. ചില കുടുംബങ്ങളിലൊക്കെ ചിലരങ്ങനെ കണക്കാക്കിയിട്ടുണ്ടല്ലോ, ഇയാള് ധൂർത്തപുത്രനാണ്, ഇയാളിൽ നിന്നൊരു നന്മയും പ്രതീക്ഷിക്കണ്ട, ഇയാള് പണ്ടേ ഉഴപ്പനാണ്, ഇവൻ ഇത്രയും നാൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൂ, ഇനി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുള്ളൂ, ഇവനിൽ നിന്നൊന്നും പ്രതീക്ഷിക്കണ്ട, ഇവനൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. അങ്ങനെ നമ്മൾ കണക്കാക്കി ചിലരെയൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഇത് ശ്രദ്ധിച്ചേ, ഈ വചനം നിന്നെ പഠിപ്പിക്കുന്ന കാര്യം അങ്ങനെ ആരെയും മാറ്റി നിർത്തണ്ട, മറിച്ച് രക്ഷ, സമാധാനം എന്നുള്ളത് സകലർക്കുമുള്ളതാണ്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഉച്ചത്തിൽ പറഞ്ഞേ, അത് വിശ്വസിക്കുന്ന കർത്താവേ, അത് വിശ്വസിക്കുന്ന കർത്താവേ, അത് വിശ്വസിക്കുന്ന കർത്താവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.